ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് അജിൻ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടാം. എൻ്റെ പേര് അജിൻ. ഞാൻ വരുന്നത് കോട്ടയം പാലായിൽ നിന്നാണ്. അപ്പം ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ ജർമ്മനി വന്നിരിക്കുകയാണ്. അപ്പം ഇതെൻ്റെ ഒരു യൂട്യൂബ് ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നൊരു ചാനലാണ്. അപ്പം പുതിയതായിട്ട് വന്നവരെല്ലാവരും തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസമായി ഇവിടെ വന്നിട്ട്. അപ്പം ഞാൻ ഇതുവരെയുള്ള എൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഏകദേശം എത്രയെന്നൊക്കെ ആണെങ്കിൽ നിങ്ങളോട് പറയാനാണ് ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ഇതുവരെയുള്ള എൻ്റെ ചിലവുകൾക്ക്, അതായത് ബില്ലുകളും റെസിപ്റ്റുകളും എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ഏകദേശം ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഏകദേശം ഒരു എത്ര യൂറോ എനിക്ക് ആയിട്ടുണ്ട് ഈ ഒരു 2.5 മാസം, അതായത് 2 മാസം ഇവിടെ നിൽക്കാൻ. കാരണം നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പല എമൗണ്ടാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇന്നൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം ഞാനാണെങ്കിൽ ബില്ലുകളും കാര്യങ്ങളും സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ആവറേജ് നല്ലൊരു ഐഡിയ കിട്ടും. ഏകദേശം ഇവിടെ പുതിയതായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻസിന് ഏകദേശം ഒരു എത്ര രൂപ ആകുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കൗണ്ട് ചെയ്ത് നോക്കാം ഗൈസ്, എത്ര ഏകദേശം ചിലവുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പം ഗൈസ്, നമ്മൾ ഈ ജാഗ്വാറിൻ്റെ ഒരു എന്താ പറയുന്നത് പെർഫ്യൂം മേടിച്ച കവറിനകത്താണ് ഇതെല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. കാരണം വേറെ എൻ്റെ അടുത്ത് ബോക്സ് ഒന്നും ഇല്ലായിരുന്നു സ്റ്റോർ ചെയ്ത് വെക്കാൻ. അപ്പം ഇതിൻ്റെ അത് ഞാൻ ഒത്തിരി നിറച്ച് കയറ്റി വെച്ചേക്കാണ്. ഇത് കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഓരോന്നായിട്ട് കൗണ്ട് ചെയ്ത് നോക്കാം ഏകദേശം എത്ര യൂറോ ആയിട്ടുണ്ടെന്ന്. ഓക്കെ, നമ്മളിവിടെ ഒരു പേപ്പർ പേന എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെക്കാൻ. പിന്നെ നമുക്ക് ബില്ലുകൾ ഓരോന്നായിട്ട് അങ്ങ് എടുക്കാം. ആക്ച്വലി കുറേ ഉണ്ട്, ഞാൻ കുത്തി നിറച്ച് വെച്ചേക്കുവാണ്. കുറേയൊക്കെ മടക്കിയും കുത്തി നിറച്ചൊക്കെ വെച്ചേക്കുവാണ്. ഓക്കെ, എം ഡി ആയിട്ടുണ്ട്. അന്നേരം ഇത്രത്തോളം ഏകദേശം റെസീപ്റ്റുകളും ബില്ലുകളും എല്ലാം കൂടെ നമുക്ക് കൗണ്ട് ചെയ്യാനുണ്ട്. ഏകദേശം ഒരു 2.5 മാസത്തെയാണ്. പിന്നെ അതല്ലാണ്ട് എൻ്റെ ഫോണിൽ ഡിജിറ്റലായിട്ടും കിടപ്പുണ്ട്. എൻ്റെ അടുത്ത് കൗഫ്ലാൻഡിൻ്റെ കാർഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ചുണ്ട്. അതും കൂടെ നമ്മൾ ലാസ്റ്റ് കൗണ്ട് ചെയ്യുന്നതായിരിക്കും കേസ്. അപ്പോൾ നമുക്ക് നേരെ കൗണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ചിലവ് ഏകദേശം വന്നേക്കുന്നത്. നമ്മൾ ഡിജിറ്റലി അതുപോലെ തന്നെ നമ്മുടെ ഈ റെസീപ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. അതിന് ഞാനിവിടെ ലാപ്പിൽ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു എത്ര ചിലവ് എനിക്ക് വന്നിട്ടുണ്ടെന്ന്. ഗൈസ്, നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 484.66 യൂറോ അത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്ര യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു യൂറോ റേറ്റ് വെച്ച് ഏകദേശം ഒരു നാട്ടിലത്തെ എത്ര ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം 486 ഏകദേശം ഒരു നാട്ടിലത്തെ ഒരു 45,000 രൂപ സംതിങ് വരും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2.5 മാസത്തെ ഇവിടുത്തെ ഗ്രോസറി അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ പർച്ചേസിങ് എല്ലാം കൂടെ കൂട്ടി ഏകദേശം എനിക്കൊരു ഇത്രയും ചിലവ് വന്നിട്ടുണ്ട് 2.5 മാസം. ഗൈസ്, നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഏകദേശം എനിക്കൊരു 456 യൂറോ ആയിട്ടുണ്ട് ഫുൾ ചിലവ് ഏകദേശം ഒരു 2.5 മാസം കൊണ്ട് തന്നെ. അപ്പോൾ ഒരു മാസം തന്നെ നല്ലൊരു ഏകദേശം ഒരു 20,000 രൂപ അടുത്ത് വരും നമുക്ക് ചിലവ്, അതായത് ഗ്രോസറി ഐറ്റംസും ബാക്കി എല്ലാം കൂടെ മേടിക്കാൻ. അപ്പോൾ ഇതിപ്പം ഞാനാണ് മഗ്ഡിംബർഗിലാണ്. അപ്പം ഓരോ സിറ്റി അനുസരിച്ച് ചെറിയ മാറ്റം വരും. എന്നാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ഉപയോഗപ്രദമായ വീഡിയോകൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ചൂസ്.